ഹലോ എവരി വൺ, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷനെ പറ്റി സംസാരിക്കാനാണ്. എൻ്റെ പേര് രഞ്ജിത്ത്. നമുക്ക് വളച്ചിട്ടില്ലാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മളുടെ സ്വന്തം സംസ്ഥാനമായ കേരളമാണ്. കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, അതേപോലെ തന്നെ കേരളത്തിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അവയിലെ ഫീസ് എത്രയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് ഏറ്റവും മിനിമം, അതായത് എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും ഒരു കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7,34,000 രൂപയാണ് ഏറ്റവും കുറവ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ 8,44,000 രൂപയാണ് ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നത്. അത് നമ്മുടെ വയനാടുള്ള DM വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിലാണ്. അതേപോലെ തന്നെ ഓൺ ആൻ ആവറേജ് എല്ലാ കോളേജുകളിലും 7,77,000 രൂപയാണ് ഫീസ് വരുന്നത്. ഭൂരിഭാഗം കോളേജുകളിലും 7,77,000 രൂപയാണ്. അതേപോലെ തന്നെ NRI കാറ്റഗറിക്ക് 20,86,000 രൂപയാണ് ഫീസ് വരുന്നത് എവരി ഇയർ. ഈ 20,86,000 രൂപയ്ക്ക് പുറമെ, അല്ലെങ്കിൽ ഈ 7,77,000 പുറമെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 60,000 രൂപയ്ക്ക് മുകളിൽ, ചില കോളേജുകളിൽ 58,000, 60,000 രൂപയ്ക്ക് മുകളിൽ എക്സ്ട്രാ ഫീസ് വരും. സെക്കൻഡ് ഇയർ മുതൽ 30,000 രൂപയ്ക്ക് മുകളിൽ എക്സ്ട്രാ ഫീസ് വരും. ഈ എക്സ്ട്രാ ഫീസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫീസിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഉള്ള ഒരേ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അമൃത. അമൃതയിൽ എത്ര രൂപയാണ് ഫീസ്? അമൃതയിൽ പ്രതിവർഷം 25 ലക്ഷം രൂപയാണ് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ 5 വർഷത്തെ ഫീസ് കൂടി അടച്ചു വരുമ്പോൾ 1,25,00,000 രൂപയാകും. ഇനി നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് കിടക്കാം. തമിഴ്നാട്ടിലാണ് കേരളത്തിലെ അപേക്ഷിച്ച് കൂടുതൽ കോളേജുകളുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഗവൺമെൻറ് കോട്ടയ്ക്ക്, അതായത് തമിഴ്നാട്ടിൽ പ്രൈവറ്റ് കോളേജുകളിൽ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും തമിഴ്നാട്ടിൽ 2 കാറ്റഗറി ഉണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അതായത് സംസ്ഥാനം അംഗീകരിച്ച ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അല്ലാത്ത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. ഈ 2 കാറ്റഗറിയിലും ഗവൺമെൻറ് സീറ്റുകളുമുണ്ട്. ഈ ഗവൺമെൻറ് സീറ്റുകൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ 4.5 ലക്ഷം രൂപ പ്രതിവർഷവും, അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളിൽ 5,40,000 രൂപയാണ് പ്രതിവർഷം ഈടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ എക്സ്ട്രാ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന് നിശ്ചയിക്കാവുന്നതാണ്. അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ അങ്ങനെ എന്താണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റ്, അതായത് ഈ പറയുന്ന ഗവൺമെൻറ് കോട്ടയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഡോമിസൈലുകൾക്ക്, അതായത് അവിടെ 7 വർഷത്തിൽ കൂടുതൽ പഠിച്ച കുട്ടികൾക്കാണ് യൂഷ്വലി അവിടെ ഗവൺമെൻറ് സീറ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാറ്. അപ്പോൾ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളിൽ, തമിഴ്നാട്ടിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളിൽ 13.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് ഫീസ് വരുന്നത്. 13.5 ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസായിട്ട് ഒരു 90,000 രൂപ വരെ നമുക്ക് എവറി ഇയർ വരാം. അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിൽ 13.5 ലക്ഷം രൂപയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലാകുമ്പോൾ അത് 16,20,000 രൂപയാകും. അതിൻ്റെ കൂടെ ഈ പറയുന്ന എക്സ്ട്രാ ഫീസ്, അതായത് സ്പെഷ്യൽ ഫീസും വരും. പിന്നെ ഈ 2 കാറ്റഗറി നമുക്ക് എടുക്കാം. അതിന് പുറമെ ഈ 2 കാറ്റഗറി കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര മാർക്ക് വേണം? നമുക്ക് ഓൾമോസ്റ്റ് 480 മാർക്കോളം വേണം. 480 മാർക്കിൽ മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഈ 2 കാറ്റഗറിയിൽ 16, 20 കാറ്റഗറിയിലും ഒരു 500 മാർക്കിൽ മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഒരു 13.5 ലക്ഷം എന്നുള്ള ഫീസിൻ്റെ കാറ്റഗറി നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇത് പ്രീവിയസ് ഇയറിലെ അനലിറ്റിക്സ് വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ്. അല്ലാതെ ഈ വർഷം ഇത്ര മാർക്കിനെ കിട്ടത്തുള്ളൂ എന്നുള്ള കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ പ്രീവിയസ് ഇയറിലൊരു സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 480 മാർക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഫീസിന് കിട്ടത്തുള്ളൂ. അതിൽ കുറവ് മാർക്കുള്ളവർക്ക് എത്ര ഫീസിന് എടുക്കാം? അതിൽ കുറവ് മാർക്കുള്ളവർക്ക് NRI കോട്ടയിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. തമിഴ്നാട്ടിൽ നമ്മളെ കേരളത്തിലെ പോലെ അല്ലാതെ 2 NRI കോട്ടകളുണ്ട്. NRI കോട്ടയും അതുപോലെ തന്നെ ഈ NRI കോട്ടയിൽ വരുന്ന സീറ്റുകൾ, NRI കോട്ടയിൽ തമിഴ്നാട് വളരെ ഭീമമായൊരു ഫീസാണ് വരുന്നത്. ഈ ഫീസിൽ എടുക്കാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് NRI ലാബ്സ് കോട്ടയിലേക്ക് പോകും. അത് പബ്ലിക്, അതായത് ഏത് കാറ്റഗറിയിലുള്ളവർക്ക് വേണമെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നതാണ്. NRI കോട്ടയിൽ പ്രൈവറ്റ് കോളേജുകളിൽ 24.5 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിൽ 24.5 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ 4 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ തമിഴ്നാടുള്ളൂ. ധനലക്ഷ്മി, ശ്രീനിവാസൻ, ട്രിച്ചി, അതേപോലെ തന്നെ ട്രിച്ചി എന്ന് പറഞ്ഞാൽ പെരമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അതേപോലെ തന്നെ ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വെങ്കടേശ്വര മെഡിക്കൽ കോളേജ് ചെന്നൈ, അതേപോലെ തന്നെ നമ്മുടെ കന്യാകുമാരിയിലുള്ള ഒരു മെഡിക്കൽ കോളേജ്. അങ്ങനെ 4 മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ വരുന്നുള്ളൂ. അവിടെ ഫീസ് വരുന്നത് 29,40,000 രൂപയാണ്. ഇതേ സീറ്റുകൾ തന്നെ ലാപ്സ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് ആരും എടുക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് നമ്മൾ ഈ പറഞ്ഞ ഫീസിനേക്കാൾ കുറവ് ഫീസിലാണ് ഗവൺമെൻറ് കൊടുക്കുക. അതായത് പ്രൈവറ്റ് കോളേജുകളിൽ 21 ലക്ഷം രൂപയാണ് NRI ലാബ്സ്ഡ് സീറ്റുകൾക്ക് ഫീസ്. അതായത് എല്ലാ കോളേജുകളിലും ഈ ഭീമമായ ഫീസിന് എടുക്കാൻ ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പല കോളേജുകളിലും ഈ 24.5 എടുക്കാത്തതുകൊണ്ട് 21 കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് വരുന്നത് 24 ലക്ഷം രൂപയാണ് ഈ പറയുന്ന NRI ലാബ്സ്ഡ് സീറ്റുകളുടെ ഫീസ് വരുന്നത്. ഇതിന് പുറമെ സ്പെഷ്യൽ ഫീസ് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ മാക്സിമം 2 ലക്ഷം രൂപ വരെ വാങ്ങാറുള്ളതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ പലരും കണ്ണുവെച്ചിരിക്കുന്നതാണ് തമിഴ്നാട്ടിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കുറച്ച് കുറവുള്ളവർക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ കിട്ടും. അതേപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇയർലി ഒരു ഈക്വലി ഡിവൈഡഡ് സ്പ്ലിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കുറവ് ഫീസ് വരുന്നത്, തമിഴ്നാട്ടിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ 17 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ഫീസുള്ള കോളേജുകളുണ്ട്. ഇനി നമ്മൾ പോകുന്ന കർണാടകയിലാണ്. കർണാടകയിൽ ഗവൺമെൻറ് കാറ്റഗറി, അതായത് നമുക്ക് ഗവൺമെൻറ് കാറ്റഗറി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെൻറ് കാറ്റഗറിയിൽ കർണാടകയിലുള്ളവർക്ക് ഫീസ് വരുന്നത് 60,000 രൂപയാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഈ പറയുന്ന പോലെ കർണാടകയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾക്ക് ഫീസ് വരുന്നത് 10,92,000 രൂപയാണ്. 10,92,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ കോളേജുകളുണ്ട്. പക്ഷേ ഭൂരിഭാഗം കോളേജുകളിലും 10,92,000 രൂപയാണ്. 1-2 കോളേജുകളിലും മാത്രമേ കൂടുതലുള്ളൂ, 20 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ NRI സീറ്റിന് കർണാടകയിൽ ഈടാക്കുന്ന ഫീസ് 25 ലക്ഷം രൂപ മുതൽ 45 ലക്ഷം രൂപ വരെയാണ്. അതായത് പ്രതിവർഷം 45 ലക്ഷം രൂപ വരെ NRI ഫീസ് ഈടാക്കുന്ന കോളേജുകൾ കർണാടകയിലുണ്ട്. കർണാടകയിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ 17 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയുള്ള ഫീസുകളിലുള്ള കോളേജുകളുണ്ട്. ഇനി നമുക്ക് ആന്ധ്രയിലോട്ടും തെലങ്കാനയിലോട്ടും പോവാം. ആന്ധ്രയിലും തെലങ്കാനയിലും നമ്മളുടെ ഈ മാനേജ്മെൻറ്റ് NRI അങ്ങനെയല്ല അവർ കൺവേർട്ട് ചെയ്തേക്കുന്നത്. അവർ കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്തേക്കുന്നത്. കാറ്റഗറി A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സീറ്റുകൾ, അതായത് മെറിറ്റ് സീറ്റുകളും, കാറ്റഗറി B എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റുകളും, കാറ്റഗറി C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRI സീറ്റുകളും. ഇതാണ് കാറ്റഗറിയിൽ വരുന്നത്. ആന്ധ്രാപ്രദേശിൽ ഗവൺമെൻറ് സീറ്റിന് വരുന്ന ഫീസ് 70,000 രൂപയാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് സീറ്റിന് വരുന്ന ഫീസ് 13,37,000 രൂപ മുതലാണ്. അതേപോലെ തന്നെ NRI സീറ്റിന്, അതായത് കാറ്റഗറി സിക്ക് വരുന്ന ഫീസ് 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രതിവർഷം. അപ്പോൾ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലൊന്നും നമുക്ക് ഗവൺമെൻറ് കാറ്റഗറിയിൽ സീറ്റ് എടുക്കാൻ പറ്റില്ല, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ അവിടെ 7 വർഷത്തിൽ കൂടുതൽ പഠിച്ചവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ +2 കഴിഞ്ഞ് അച്ഛനും അമ്മയും അവിടെ സെറ്റിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ ഡൊമിസൈലായിട്ട് ഈ പറയുന്ന പോലെ അവിടുത്തെ ഗവൺമെൻറ് സീറ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ തെലങ്കാനയിൽ 60,000 രൂപയാണ് ഗവൺമെൻറ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റ് കാറ്റഗറിയിൽ 11 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ NRI കാറ്റഗറിയിൽ ഈ പ്രൈവറ്റ് കാറ്റഗറിയുടെ ഇരട്ടി, അതായത് കാറ്റഗറി സിയിൽ ഈ പ്രൈവറ്റ് കാറ്റഗറിയുടെ ഇരട്ടി, അതായത് 22 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. ഇവിടെയൊക്കെയുള്ള ഡീംഡ് കോളേജുകൾ, ഇവിടെ ഡീംഡ് കോളേജ് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. തെലങ്കാനയിൽ ഡീംഡ് കോളേജ് ഇല്ല. ആന്ധ്രാപ്രദേശിൽ ഗീതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളേജ് മാത്രമാണുള്ളത്. ഓക്കെ, ഗീതം കോളേജിൽ 25 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. അവിടെ കാസ്റ്റ് ബേസ് ആയിട്ടും അതുപോലെ തന്നെ മെറിറ്റോറിയസ് ആയിട്ട് സ്കോളർഷിപ്പ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന ഭാഗം. നിങ്ങൾക്ക് എങ്ങനെ ഈ ഫീസിലും കുറവായി അഡ്മിഷൻ എടുക്കാം? അതായത് 480 മുകളിലുള്ള കുട്ടികൾക്ക് കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും നമ്മൾക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിലെ ഫീസ്, അതായത് സെൽഫ് ഫിനാൻസിൽ ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന ഫീസായ 11 ലക്ഷം രൂപ മുതൽ, അതായത് തെലങ്കാനയിൽ 11 ലക്ഷം രൂപയാണ്, ആന്ധ്രാപ്രദേശിൽ 13.5 ഇവിടെ തമിഴ്നാടും 13.5 കർണാടകയിൽ 10,92,000 രൂപയാണ്. ഇത്രയും കാറ്റഗറിയിലുള്ള സീറ്റുകൾക്ക് നിങ്ങൾക്ക് ഒരു 480 കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ച് മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാം. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, ഇത്ര മാർക്ക് ഉള്ളവർക്കേ കിട്ടത്തുള്ളൊന്നില്ല. പക്ഷേ മുൻ വർഷങ്ങളിലെ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ 480 മാർക്കെങ്കിലും നിങ്ങൾക്ക് വേണം. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും എങ്ങനെ ഫീസ് കുറവായി, അതായത് മാർക്ക് കുറഞ്ഞിട്ടുള്ളവർക്ക്, അത് 480 താഴെ മാർക്കുള്ളവർക്ക്, MBBS പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക്, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്, എസ്പെഷ്യലി ഞാൻ പറയുന്നു അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് എങ്ങനെ കുറഞ്ഞ ഫീസിന് സീറ്റ് കിട്ടും. അതായത് ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫീസുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ ഫീസിൻ്റെ ഫിഗേഴ്സ് കേട്ടപ്പോൾ ചിലപ്പോൾ ഒരു ഞെട്ടൽ തോന്നിയിട്ടുണ്ടാവും. അതായത് 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപയൊക്കെ പ്രതിവർഷം ഫീസ് കൊടുത്ത് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. ഓക്കെ,
ഇതൊക്കെ അവർ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് ത്രൂ കൊടുക്കാനായിട്ട് വെച്ചേക്കുന്ന ഫീസാണ്. ഓക്കെ, ഈ ഫീസിനും കുറവിന് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയുള്ള കോളേജിൽ, പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കാൻ പറ്റും. അതായത് തമിഴ്നാട്ടിൽ 24.5 ലക്ഷം രൂപ എന്നുള്ള NRI ഫീസിൽ കുറവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കർണാടകയിൽ 30 ലക്ഷം രൂപയിൽ താഴെ എന്നുള്ള NRI ഫീസിൽ ഉള്ള താഴെയുള്ള ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും നമുക്ക് ഇതേപോലുള്ള സീറ്റുകളിൽ പഠിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഫീസുകൾക്കൊന്നും നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് അധികം പേരൊന്നും അഫോർഡ് ചെയ്യത്തില്ല. അതായത് ഈ 30 ലക്ഷം രൂപ 24 ലക്ഷം രൂപയും പ്രതിവർഷമൊന്നും അധികം പേര് അഫോർഡ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ SRM, സത്യസായി, മീനാക്ഷി, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി, തമിഴ്നാട്ടിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊന്നും ഈ 25 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കൊന്നും ആളുകൾ അഫോർഡ് ചെയ്യത്തില്ല. അവർക്കുള്ള 150-250 സീറ്റുകളൊക്കെ അവർക്ക് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ കുറേ സീറ്റുകൾ വേക്കൻറ്റ് വരും. ഓക്കെ, ഈ മെഡിക്കൽ കോളേജുകൾക്ക് 10 സീറ്റോ 20 സീറ്റൊക്കെ വേക്കൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന നഷ്ടം വളരെ ഭീമമായിട്ടുള്ള നഷ്ടമാണ്. അതായത് നിങ്ങൾ ഒരു കോളേജിൽ 25 ലക്ഷം രൂപ ഫീസിനുള്ള സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിന് യോഗ്യരാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഡീംഡൊക്കെയാണ് ഇത്രയും ഫീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 200 എബോവ് ഉള്ള എല്ലാവർക്കും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയ്ക്കോ 20 ലക്ഷം രൂപയ്ക്കോ എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം, ഈ സെക്കൻഡ് റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ഒരുപാട് സീറ്റുകൾ ലാപ്സ്ഡ് വരും. എല്ലാ വർഷവും അങ്ങനെ സീറ്റുകൾ ലാപ്സ്ഡ് വരാറുണ്ട്. ആ ലാപ്സ്ഡ് വരുന്ന സമയത്ത് കോളേജിന് അത് ഫില്ല് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ കോളേജിന് വളരെ ഭീമമായൊരു നഷ്ടം നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫീസിലും കുറവാക്കിയിട്ട് അവർ സീറ്റ് കൊടുക്കും. ആ ഫീസിലും കുറവാക്കിയിട്ട് സീറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റിലോ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിലൂടെയോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫീസിൽ കുറവായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അവരെ വിളിച്ച് ചോദിച്ച്, ഈ പറയുന്ന പോലെ കോളേജിലൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് കോളേജിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത്ര ഫീസ് കുറഞ്ഞ ഫീസിന് അവർ തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുറഞ്ഞ ഫീസിന് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾ ഈ കൂടുതൽ ഫീസിന് എടുക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഫീസിനേക്കാൾ കുറവ് ഫീസിന് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും കുറവ് ഫീസ്, അതായത് ഈ പറഞ്ഞ കോളേജുകളിലെ ഏറ്റവും കുറവ് ഫീസ് 17.5 ലക്ഷം രൂപയാണ് നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ ഡീംഡ് കാറ്റഗറിയിലും NRI കാറ്റഗറിയിലും NRI ലാപ്സ്ഡ് കാറ്റഗറിയിലും ഒക്കെ എല്ലാ കോളേജുകളുടെ ഒരു സം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 17.5 ലക്ഷം രൂപയാണ് ഏറ്റവും കുറവ് ഫീസ് വരുന്നത്. ഈ 17.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 5 വർഷത്തേക്ക് അടയ്ക്കണം. ഈ 5 വർഷത്തേക്ക് ടോട്ടൽ ഫീസ് അപ്പോൾ വരുന്നത് 87 ലക്ഷം രൂപയോളമാണ്. 87.5 ലക്ഷം രൂപയോളമാണ് വരുന്നത്. ഈ 87.5 ലക്ഷം രൂപ എന്നുള്ളത് സീറ്റ് ലാപ്സ്ഡ് വരുമ്പോൾ, അതായത് 1, 2, 3, 4 സീറ്റുകളോ അല്ലെങ്കിൽ 10, 20 സീറ്റുകളൊക്കെ ലാസ്റ്റ് വേക്കൻറ്റ് വരുമ്പോൾ, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് തേർഡ് റൗണ്ടിലോ സ്ട്രേ റൗണ്ടിലൊക്കെ വേക്കൻറ്റ് വരുമ്പോൾ ഇവർ ഈ കുറഞ്ഞ ഫീസിന് കൊടുക്കും. അതായത് ഈ 22 ലക്ഷം 21.5 ലക്ഷം ഉള്ള കോളേജുകളുണ്ട്. അതായത് പോണ്ടിച്ചേരിയിലായാലും തമിഴ്നാടായാലും ഡീംഡ് കാറ്റഗറിയിലായാലും, അതേപോലെ തന്നെ കർണാടകയിലെ NRI കാറ്റഗറിയിൽ 30 ലക്ഷം രൂപയ്ക്കും 40 ലക്ഷം രൂപയ്ക്കൊന്നും എടുക്കാതെ വരുമ്പോൾ അവർ ഈ പറഞ്ഞ ഫീസ്, ഇപ്പം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഫീസ് അവരുടെ C കാറ്റഗറി, അതായത് NRI അതുപോലെ തന്നെ ഡീംഡ് പെയ്ഡ് സീറ്റ് കോട്ട കാറ്റഗറികൾക്ക് വരുന്ന ഫീസുകൾ കുറച്ച് തരാം. എങ്ങനെ ഈ കുറഞ്ഞ ഫീസുകൾക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ള സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് MBBSന് കുറഞ്ഞ ഫീസിന്, അതായത് നിങ്ങൾക്ക് മാർക്ക് 480 മാർക്ക് 450 മാർക്കിനൊക്കെ കുറവാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീസിനൊന്നും അഡ്മിഷൻ കിട്ടില്ല, ഈ പറഞ്ഞ ആവറേജ് ഫീസ്, അതായത് ഈ 11 ലക്ഷം രൂപയ്ക്കോ 13 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 7 ലക്ഷം രൂപയ്ക്കൊന്നും അഡ്മിഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് ഫീസ് കുറഞ്ഞു വരുന്നത്, ഓക്കെ, അതെങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, നിങ്ങൾക്ക് അവരെങ്ങനെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ള മുഴുവനായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്മളുടെ ഹെൽപ്പ് ലൈനിൽ. എന്നിട്ട് നിങ്ങൾക്ക് MBBS അഡ്മിഷനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അറിയുന്ന ഡൗട്ട്, ഞങ്ങളാൽ കഴിയുന്ന ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. MBBS അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ MBBS അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ആസ്പിരൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ MBBSനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മളെ വിളിക്കാവുന്നതാണ്. ഞാൻ ഒരു വട്ടം കൂടി പറയുന്നു. അതേപോലെ തന്നെ
ഫീസ് സ്ട്രക്ചറിൽ, അതായത് ഈ പറയുന്ന യൂഷ്വൽ ഫീസിൽ കുറവായ ഫീസിൽ ഉള്ള അഡ്മിഷനുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ നന്ദി.